ഇന്നലെ രേണുസുധീനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിരി. അതായത് രേണുസുധി ബിഷപ്പിനെ അങ്ങനെ വിളിച്ചത് വളരെ തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്, തെറ്റ് തന്നെയാണ്. അതായത് ഒരു സ്ഥലം തന്ന ഒരു മനുഷ്യൻ അയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങേരെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേര് വിളിക്കാൻ പാടില്ലായിരുന്നു. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്നലെ ഒരുപാട് പേര് ഇങ്ങനെ പടകം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ രേണുസുധിയെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നു, രേണുസുധി തങ്കച്ചൻ്റെ 25 സെൻറ്റിലേക്ക് താമസം മാറ്റുന്നു, രേണുസുധി വീണ്ടും ഇടുക്കിയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ രേണുസുധിയെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോസാണ് കണ്ടത്. ഇത് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇനിയും നേരം വെളുത്തില്ലേ എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണ് ഇവർ വീട് കൊടുത്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുസുധിയുടെ 2 മക്കൾക്കല്ലേ. രേണുസുധി ഇനി കല്യാണം കഴിക്കരുത്, അല്ലെങ്കിൽ പുതിയ ജീവിതം തുടങ്ങരുത് എന്നൊക്കെ പറയാനൊക്കെ നമുക്ക് ആർക്കെങ്കിലും അധികാരമുണ്ടോ? അവരവരുടെ ജീവിതത്തിലേക്ക് പോകുന്നതിന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതാ നിങ്ങൾ ആ ജീവിതത്തിലേക്ക് പോകാൻ പാടില്ല, ഞങ്ങളുടെ ഔദാര്യമാണ് നിങ്ങളുടെ ജീവിതം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. അതായത് അവരവിടെ വീട് വെച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു? ഇനിയിപ്പോഴും ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, എൻ്റെ മക്കൾ അവിടെ താമസിക്കും, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ അതിൻ്റെ പുറകെ പോയിട്ട് രേണുസുധിയുടെ വീട് പോകുന്നു, അല്ലെങ്കിൽ രേണുസുധിയുടെ വീട് ഒഴിപ്പിക്കുന്നു, രേണുസുധിയുടെ വീട് എങ്ങനെ തറക്കണം ബമ്പച്ചോ തല എന്നൊരു ആലോചനയുണ്ട്, നോക്കണുണ്ട്. നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠം പറഞ്ഞ പോലെ ബോംബ് വെച്ച് താഴ്ത്താലോ എന്നൊരു ആലോചനയുണ്ട്. അതുപോലെയാണ് എല്ലാവരും കളിക്കുന്നത്. അതായത് എന്താ കിട്ടുന്നത്? അതായത് പിന്നെ ടാറ്റയോ ബിർലയെക്കാറ്റാണോ ഈ രേണുസുധി എന്ന് പറയുന്നത്? എന്തോ കാണിച്ചിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന്, അതാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ കോപ്രായങ്ങളും ഇതൊക്കെ ആണെങ്കിലും എല്ലാം കൂടി കാണിച്ചിട്ടൊന്ന് ജീവിക്കുന്നു, അങ്ങ് പോട്ടെ എന്ന് വെക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ എന്നെ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്നെ എന്താ പറയുക എന്നെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. അതായത് ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇപ്പോഴെന്തായി എന്നൊക്കെ ചോദ്യം ചെയ്യുക. അപ്പോൾ ഇവരൊക്കെ എന്താ കരുതുന്നത്? അതായത് ഈ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുത്താൽ അയാൾ അടിമയായിട്ട് കഴിയണം എന്നാണോ ഇവർ വിചാരിക്കുന്നത്? അതായത് ആരാൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് അടിമയായിട്ട് ഇങ്ങനെ കഴിയണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അവർക്ക് അഭിമാനം എന്നുള്ള ഒരു കാര്യമില്ലേ? നമ്മൾ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ടീമിനെ കണ്ടു. അവർ ഒരുപാട് പൈസ ചെലവിട്ടിട്ട് ഇതുപോലെ എന്തോ മാറ്റിവെച്ച് രക്ഷപ്പെട്ടിയാന്ന്. പക്ഷെ നാട്ടുകാരിൽ ഇപ്പോൾ അവർക്ക് എതിര് എന്താ അറിയുക? അതായത് അയാൾ എന്താ പറയുക, അവന് കുറേ പൈസ ഉണ്ടായിരുന്നു, അവൻ നുണ പറഞ്ഞ പൈസ മേടിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് അവരുടെ ബുദ്ധിമുട്ടറിയുള്ളൂ. അതുപോലെ തന്നെ ഈ രേണുസുധിയെ എന്തൊക്കെയോ കാണിച്ചിട്ട് അവർ ജീവിക്കാൻ വേണ്ടി ഒരു പെടാപ്പാട് വിടുന്ന്. അവരുടെ ജീവിതം അങ്ങേ പച്ച പിടിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഏതായാലും അവരെ എല്ലാവരെയും വിമർശിച്ച് അവരാണെങ്കിൽ ബിഗ് ബോസിലും കയറി. അങ്ങനെ ഇപ്പോഴും നല്ല ഇതിലായി നിൽക്കുമ്പോൾ ആ വീട് എങ്ങനെയെങ്കിലും എല്ലാവർക്കും അങ്ങ് എടുത്തു മാറ്റണം. പക്ഷേ ആ നിലപാട് ഞാൻ എന്താ പറയുക, മറ്റേ ഇവനുണ്ടല്ലോ ഫിറോസിൻ്റെ ആ നിലപാടുണ്ടല്ലോ, അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വീട് ഞാൻ വെച്ചു കൊടുത്തത് ആ മക്കൾക്കാണ്, അല്ലാതെ രേണുസുധിക്കല്ല എന്ന് അയാൾ പറഞ്ഞു. അയാൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധി എന്തോ കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട് വീട് തിരിച്ചു തരണേന്ന്. അത് അയാൾക്ക് തെറ്റ് മനസ്സിലാക്കി അയാളത് തിരുത്താനും നോക്കിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ വീട് വെച്ച് കൊടുത്തത് രേണുവിനല്ല, മക്കൾക്കാണ്. ആ മക്കൾക്കൊന്നും അറിയില്ല. മക്കളിപ്പോഴെന്ന് പറഞ്ഞാൽ പാവങ്ങളാണ്. അമ്മ ഇതുപോലെ നടക്കുന്ന അമ്മ മറ്റുള്ളവരെ ഇങ്ങനെ പറയുന്നതെന്ന് കരുതിയിട്ട് മക്കൾക്കല്ലേ വീട് വെച്ച് കൊടുത്തിന്. രേണുസുധീൻ്റെ 2 മക്കൾ, അതായത് കൊല്ലസുധിയുടെ 2 മക്കൾക്കാണ് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ആ വീട് രേണുവിനല്ല. രേണുവിനിപ്പം ഞാൻ പറഞ്ഞല്ലോ, രേണുവിനിപ്പം നാളെ വേറൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ രേണുവിനുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മോശമല്ലാത്ത ഒരു സമ്പാദ്യം ഇപ്പോൾ രേണു സമ്പാദിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രേണുവിനിപ്പം നിങ്ങളുടെ ഒരു വീടോ അല്ലെങ്കിൽ ഇതോ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ വീട് വെച്ച് കൊടുത്ത ആർക്കാണ്? കൊല്ലസുധിയുടെ മക്കൾ എന്ന് പറയുന്ന 2 പേർക്കാണ്. അപ്പോൾ അത് അവരുടേതാണ്. നാളെ ഇപ്പോൾ ആ പിള്ളമാർ പഠിച്ചിട്ട് നല്ല ജോലിക്കാരോ ആളൊക്കെ ആകും. അന്ന് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ വീടൊക്കെ വിറ്റ് വലിയ നല്ല ഫ്ലാറ്റും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് എല്ലാ പ്രാവശ്യവും അതായത് ഒരാൾ ഒരു ദരിദ്രവാസിയായിട്ട് തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു എന്ന് കൊടുത്തിട്ട് അവർ എല്ലാം നമ്മളെ മുമ്പിലെത്തിയിട്ട് ഇങ്ങനെ നിൽക്കണോ? ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഒരുത്തനൊരു 10 റുപ്യ കൊടുക്കുന്നത് നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ പറയണം നമ്മൾ ഈ 10 റുപ്യ തീരുന്നവരെ നീ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണമെന്ന് പറയണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രേണുസുധി പല കോപ്രായങ്ങളും കാണിക്കുന്നു, രേണുസുധി അഹങ്കാരം കാണിക്കുന്നു, രേണുസുധി ഞങ്ങളൊന്നും പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, അവളുടെ തോന്നിയവാസത്തിന് നടക്കുന്നു എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. അതായത് രേണുസുധിയെ ഇവരാരെങ്കിലും ദത്തെടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല രേണുസുധി എങ്ങനെ നടക്കണമെന്ന്. അവരുടെ തീരുമാനമാണ്. അവരുടെ ആ ഒരു വളർച്ച എന്ന് പറയുന്നത് ഈ വിമർശനമാണ്. അതുപോലും മനസ്സിലാക്കാൻ ഇവിടെ പല ആൾക്കാർക്കും കഴിയുന്നില്ല. മനസ്സിലാക്കുക നിങ്ങൾ.
ഇപ്പോൾ രേണുസുതിക്കെതിരെ കോടതിയിൽ കേസ് നൽകാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഒരു കാര്യമോ എന്താ വെച്ചാൽ രേണുസുതി നാളെ അങ്ങ് പോകും. പക്ഷെ ആരുമില്ലാത്ത ആ 2 കുട്ടികളുണ്ട്. ഈ രേണുസുതി ഇപ്പം മക്കളെ പൊന്നുപോലെ വളർത്തുന്നത് അവർ പറയുന്നുണ്ടെങ്കിലും ഇനി വരുന്ന ചിലപ്പോൾ ഇവരുടെ പുതിയ ജീവിതം തേടി പോകുമ്പോൾ ഇവർക്ക് വീണ്ടും കുട്ടികളുണ്ടാകാം. അപ്പോൾ ഈ കുട്ടികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. അങ്ങനെ ആകുമ്പോൾ ഈ കുട്ടികൾക്ക് വന്ന് താമസിക്കാനുള്ള ഒരു ഇടമാണത്. അതാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ രേണുസുതി കൊടുത്ത വീട് എങ്ങനെയെങ്കിലും തിരിച്ചെഴുതിയിട്ട് അവളെ ഒരു ഇക്ഷ ഇമ്മ ഇന്ന വരപ്പിക്കണം, അവളെ ഇഞ്ഞ വരപ്പിക്കണം. എന്നിട്ട് ഇന്നലെ ഫിറോസ് ഇതുപോലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ചില ആൾക്കാർ പറയുന്നു ഫിറോസും കാലു മാറി, ഫിറോസും രേണുവിനൊപ്പം ചേർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. അതായത് ഫിറോസിന് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി എൻ്റെ പേരിലേക്ക് കയറുന്നു. ഫിറോസിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പിന്നെ നമ്മുടെ ബിഷപ്പിന് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുക. അത് രേണുസുതി ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ രേണുവിനും അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനായാലും ഇവരൊക്കെ പോയിട്ടെന്ന് പറഞ്ഞാൽ മാപ്പ് ചോദിക്കണം. അതാണ് വേണ്ടത്. ഒരിക്കലും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരു സഭയുടെ ഇതിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്കുള്ള വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഇതുപോലൊരു വാക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അതുമാത്രവുമല്ല, ഒരു പക്ഷേ ഈ രേണുസുതി ആയതുകൊണ്ടാണ് ഇത് ഈ പ്രശ്നത്തിൽ നിന്നത്. വേറെ ആരെങ്കിലും ആണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഇതൊരു വലിയ സംഭവം തന്നെ, ഒരു വലിയ കേസാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവരെല്ലാം ഒരേ സഭയായതുകൊണ്ട് മാത്രം ഇങ്ങനെ രക്ഷപ്പെട്ടേ. വേറെ ആരെങ്കിലും ആണ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും. അത്രയും വലിയൊരു കേസാണ്. ഒരു ബിഷപ്പിനെയൊക്കെ ഇങ്ങനെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തമാശ പറയുന്നത് പോലെയല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും ഇതൊരു രമ്യതയിൽ തീർത്തിട്ട് അവരവൻ്റെ കാര്യം നോക്കി നിൽക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇമാതിരി ഇതിൻ്റെ പുറകെ പോയിട്ട് എന്തിനാണ് വെറുതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നത്? വല്ല ആവശ്യമുണ്ടോ? രേണുവിന് ഇനി വീട് വേണ്ടെങ്കിലും ഒരു കാര്യം, രേണുവിന് വേണ്ടെങ്കിലും ആ കുട്ടികളെ വീട്ടിൽ കൊടുത്തല്ല, കൊടുത്ത് അവിടെ നിന്നോട്ടെ. മനസ്സിലാക്കി. അവിടെ ഇനിയിപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടിയിട്ട് ആർക്ക് എന്ത് പണക്കാരനാകാനാന്ന്? ആ സ്ത്രീൻ്റെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് വിഷമിക്കുന്നത് കാണാം, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഒരാൾ വിഷമിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഒരു ഇതിപ്പോൾ ചെയ്യുമ്പോഴില്ലേ, ഇത് കേസ് കൊടുത്ത് അത് തിരിച്ചെടുക്കാമെന്നെല്ലാം പറയുമ്പോൾ നമ്മളും അവരും തമ്മിൽ വ്യത്യാസം എന്താണ്? നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ അതേ നാണയത്തിൽ തന്നെ അങ്ങോട്ട് തിരിച്ചടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു ഇതല്ല, മനുഷ്യന്മാരുടെ രീതി അതല്ലല്ലോ. അതൊരു എന്താ പറയേണ്ടത്, ഒരു പ്രത്യേക വേറൊരു ഇതാണ്, ശക്തി കൊണ്ട് തെളിയിക്കൽ. അതല്ല വേണ്ടത്. ശരിക്കും ഇതങ്ങ് വിട്ട് കൊടുത്തേക്ക പോട്ടെ, അതാ വേണ്ടത്. എന്തോ ആയിക്കോട്ടെ, അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ ആൾക്കാർ ഇതൊരു അന്നമാക്കി എടുത്തിട്ടുണ്ട്. കാരണം രേണുസുദീൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് ഇതൊരു അന്നമാക്കി എടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് ഇത് ഇത്രയും വഷളാക്കുന്നതെന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാവം ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ, നമുക്ക് എന്ത് കേടാണ്? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തീർത്തുനിന്ന് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറ. വീണ്ടും പറയുകയാണേ, ബിഷപ്പിനെ പറഞ്ഞത് വളരെ തെറ്റ് തന്നെയാണ്. നന്ദി, നമസ്കാരം.